ഹലോ ഫ്രണ്ട്സ്, ബയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് +1 ബയോളജിയിലെ മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ലീഫ് എന്ന പോർഷനുമായിട്ടാണ്. ഈ പോർഷനിലെ ബേസിക് ടേംസ് ആയ പീറ്റ്യൂൾ, സ്റ്റിപ്യൂൾ, പൾവൈനസ്, ലാമിന തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോർഷനിലോട്ട് കിടക്കാം. ലീഫ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ നോഡിൽ നിന്നും ഉണ്ടാവുന്ന ഔട്ട് ഗ്രോത്താണ്. അതായത് നോഡ് എന്താണെന്ന് നമുക്കറിയാം. ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് ദ ലീഫ് ഈസ് ഒറിജിനേറ്റഡ്. സ്റ്റെമ്മിൻ്റെ ഏത് ഭാഗത്തു നിന്നാണോ ലീഫ് എറൈസ് ചെയ്യുന്നത് ആ ഭാഗത്തിനെ നോഡ് എന്ന് പറയുന്നു. ഈ നോഡിൽ നിന്നും ഉണ്ടാകുന്ന ഗ്രീൻ ആയിട്ടുള്ള എക്സ്പാൻഡഡ് ഔട്ട് ഗ്രോത്തിനെയാണ് നമ്മൾ ലീഫ് എന്ന് പറയുന്നത്. ഈ ലീഫിനൊരു സ്റ്റോക്ക് ഉണ്ടാവും. ദ സ്റ്റാക്ക് ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് പീറ്റ്യൂൾ. ഇലയുടെ തണ്ടിനെയാണ് നമ്മൾ പീറ്റ്യൂൾ എന്ന് പറയുന്നത്. ഈ പീറ്റ്യൂളിൻ്റെ ബേസ്, അതായത് നോഡ് ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിനെ ലീഫ് ബേസ് എന്നാണ് പറയുന്നത്. ലീഫ് ബേസ്. ഈ ലീഫ് ബേസിൽ കാണപ്പെടുന്ന ചെറിയ ഔട്ട് ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെറിയൊരു മുള്ള് പോലെ കാണുന്ന ഗ്രീൻ കളറിൽ ഈ ഔട്ട് ഗ്രോത്തിനെയാണ് സ്റ്റിപ്യൂൾ എന്നറിയപ്പെടുന്നത്. സ്റ്റിപ്യൂൾ ഉള്ള ലീഫിനെ സ്റ്റിപ്പുലേറ്റ് എന്നും ഇല്ലാത്ത ലീഫിനെ എക്സ്റ്റിപ്പുലേറ്റ് എന്നും പറയുന്നു. ഏത് ലീഫിലാണോ സ്റ്റിപ്യൂൾ ഉള്ളത് ആ ലീഫിനെ സ്റ്റിപ്പുലേറ്റ് എന്നും ഇല്ലാത്ത ലീഫിനെ എക്സ്റ്റിപ്പുലേറ്റ് എന്നും പറയും. ഇപ്പോൾ ലീഫിന് കാണപ്പെടുന്ന സ്റ്റോക്കിനെ പീറ്റ്യൂൾ എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും ബേസ് പോർഷനെ ലീഫ് ബേസ് എന്ന് പറയുന്നു. അവിടെ കാണപ്പെടുന്ന ചെറിയ ഔട്ട് ഗ്രോത്തിനെയാണ് സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ലീഫിൽ കാണുന്ന ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷനെയാണ് നമ്മൾ ലാമിന എന്ന് പറയും. ലീഫ് ബ്ലേഡ് എന്നൊക്കെ പറയുന്ന ലാമിന, അതായത് ഈ പരന്നിരിക്കുന്ന പോർഷനെയാണ്, ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷനെയാണ് ലാമിന എന്ന് പറയുന്നത്. നമ്മൾ ലീഫായിട്ട് കാണുന്നതും അതിൻ്റെ ലാമിന തന്നെയാണ്. പീറ്റ്യൂൾ ലാമിനയിൽ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ഈ മെയിൻ ആയിട്ടുള്ള വെയിനെയാണ് മിഡ്രിപ്പ് അഥവാ മെയിൻ വെയിൻ എന്ന് പറയുന്നത്. ലാമിനയിൽ പീറ്റ്യൂൾ എൻ്റർ ചെയ്യുമ്പോൾ കാണപ്പെടുന്ന ഈ മെയിൻ ആയിട്ടുള്ള വെയിനെ മെയിൻ വെയിൻ അഥവാ മിഡ്രിപ്പ് എന്ന് പറയുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ബ്രാഞ്ചസിനെയാണ് ലാറ്ററൽ വെയിൻസ് എന്ന് പറയുന്നത്. വെയിനിൽ നിന്നുണ്ടാകുന്ന മറ്റു ബ്രാഞ്ചസുകളെ ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ഈ ബ്രാഞ്ചസുകളെയാണ് ലാറ്ററൽ വെയിൻസ് എന്ന് പറയുന്നത്. ലീഫിൻ്റെ എഡ്ജിനെ ലീഫ് എഡ്ജ് എന്നോ ലീഫ് മാർജിൻ എന്നോ, ലീഫിൻ്റെ ടിപ്പിനെ ഏറ്റവും ടിപ്പായിട്ടുള്ള ഭാഗത്തിനെ ലീഫ് അപ്പെക്സ് എന്നും പറയുന്നു. അപ്പോൾ ഒരു ലീഫിന് പ്രധാനമായിട്ടും സ്റ്റാക്ക് ഉണ്ടാകും, പീറ്റ്യൂൾ എന്ന് പറയുന്നു. അതിൻ്റെ ബേസ് പോർഷനെ ലീഫ് ബേസ് എന്ന് പറയുന്നു. ആ ലീഫ് ബേസാണ് നോഡിൽ അറ്റാച്ച് ചെയ്യുന്നത്. ആ ലീഫ് ബേസിൽ കാണപ്പെടുന്ന ഔട്ട് ഗ്രോത്തിനെ, ഈ കാണുന്ന ഔട്ട് ഗ്രോത്തിനെ സ്റ്റിപ്യൂൾ എന്ന് പറയുന്നു. ലീഫിൽ കാണുന്ന ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷനെ ലാമിന എന്ന് പറയുന്നു. ലാമിനയിൽ എൻ്റർ ചെയ്യുന്ന പീറ്റ്യൂളിൻ്റെ ഭാഗത്തിനെ മിഡ്രിപ്പ് എന്ന് പറയുന്നു, ഓർ മെയിൻ വെയിൻ എന്ന് പറയുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ബ്രാഞ്ചിനെ ലാറ്ററൽ വെയിൻസ് എന്ന് പറയുന്നു. ലീഫിൻ്റെ മാർജിനെ ലീഫ് മാർജിൻ എന്നും ടിപ്പിനെ ലീഫ് അപ്പെക്സ് എന്നും പറയുന്നു. എന്നാൽ ഒരു മോണോകോട്ട് പ്ലാന്റിൻ്റെ ലീഫ് ബേസ് നോക്കാം. ഇതൊരു ഗ്രാസിൻ്റെ ലീഫ് ബേസാണ് ഈ കാണുന്നത്. ഇവിടെ ലീഫ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ലീഫ് ബേസ് സ്റ്റെമ്മിൻ്റെ ഏകദേശം അടുത്ത നോഡ് വരെ ആ ലീഫ് ബേസ് ഒരു ഷീത്ത് പോലെ ആ സ്റ്റെമ്മിനെ കവർ ചെയ്യുന്നുണ്ട്. ഇൻ മോണോകോട്ട് പ്ലാന്റ്സ് ദ ലീഫ് ബേസ് ബിക്കം ഷീത്തി ആൻഡ് ഇറ്റ് കവർ ദ സ്റ്റെം പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. അതായത് മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ ലീഫ് ബേസ് ഒരു ഷീത്തായി മാറുകയും അത് സ്റ്റെമ്മിനെ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ അതിനെ കവർ ചെയ്യുന്നു. മോണോകോട്ട് പ്ലാന്റ്സിൽ ഷീത്തിങ് ലീഫ് ബേസ് ആണ് കാണപ്പെടുന്നത്. വാഴയിലും കാണപ്പെടുന്നത് ഷീത്തിങ് ലീഫ് ബേസ് ആണ്. ഏകദേശം മിക്കവാറുള്ള മോണോകോട്ട് പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഷീത്തിങ് ലീഫ് ബേസ് കാണാൻ കഴിയും. പ്രധാനമായും വാഴയിൽ കാണാൻ കഴിയും. വാഴയിൽ നമുക്ക് അറിയാം, വാഴയുടെ ഇലയുടെ താഴ്ഭാഗത്തോട്ട് നീണ്ടു നിൽക്കുന്ന പോള, വാഴപ്പോള എന്നൊക്കെ പറയല്ലേ, അത് ഷീത്തിങ് ലീഫ് ബേസ് ആണ്. എന്നാൽ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ, അതായത് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയും, പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ, ആ ചെടികളുടെ ലീഫിൻ്റെ ബേസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ലീഫ് ബേസ് ജസ്റ്റ് ഒന്ന് സോളനായിട്ടിരിക്കുന്നത് കാണാൻ കഴിയും, വീർത്തിരിക്കുന്നത് കാണാൻ കഴിയും. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ ലീഫ് ബേസ് സോളനായിട്ടിരിക്കുന്ന ഈ കണ്ടീഷനെ പൾവൈനസ് എന്നാണ് പറയുന്നത്. പൾവൈനസ്. അത്തരം ലീഫുകളെ പൾവിനേറ്റ് ലീഫ് എന്നും പറയും. ഇൻ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ദ ലീഫ് ബേസ് ബിക്കം സോളൻ. ഇറ്റ് ഈസ് കാൾഡ് പൾവൈനസ് ആൻഡ് സച്ച് ലീവ്സ് ആർ സെറ്റ് ടു ബി പൾവിനേറ്റ്. ഇത് സ്ലീപ്പിംഗ് മൂവ്മെൻറ്റിന് കാരണമാകുന്നു. അതായത് നമുക്കറിയാം, വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഈ ചെടികളുടെ ഇലകൾ വാടിയിരിക്കുന്ന കാണാൻ കഴിയും. ഉറക്കം തൂങ്ങിയ മരങ്ങളെന്നും തൊട്ടാവാടിയും അഗസ്റ്റിയുടെയൊക്കെ പ്രത്യേകത. ഇതിപ്പോൾ വേലിക്കൊന്നയുടെ ഇലയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വൈകുന്നേരങ്ങൾ സന്ധ്യാസമയങ്ങളാകുമ്പോൾ ഈ ലീഫൊക്കെ ഫോൾഡ് ചെയ്തിരിക്കുന്ന കാണാൻ കഴിയും. ആ ഒരു സ്ലീപ്പിംഗ് മൂവ്മെൻറ്റിന് കാരണം
ഈ പൾവൈനസാണ്. സ്ലീപ്പിംഗ് മൂവ്മെൻറ്റിനെ നിക്റ്റിനാസ്റ്റി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ ലീഫ് ഫോൾഡ് ചെയ്യാൻ ഈ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സിന് കാരണം പൾവൈനസ് എന്ന കണ്ടീഷനാണ്. കഴിഞ്ഞ ദിവസം ഫില്ലോടാക്സിയുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് തന്നിരുന്നു. മാംഗോ ട്രീ, ഇക്സോറ, നീരിയം എന്നീ പ്ലാന്റ്സിൻ്റെ ഫില്ലോടാക്സി കണ്ടുപിടിക്കാൻ. ആൻസേഴ്സ് നോക്കാം. മാംഗോ ട്രീ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി, ഇക്സോറ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, നീരിയം വേൾഡ് ഫില്ലോടാക്സി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.